വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മധുബാണിയിൽ എങ്ങനെയാണ് ഫേസ് ഡ്രോ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ എന്താണ് മധുബാണി എന്നും അതുപോലെ തന്നെ അതിൽ എങ്ങനെയാണ് കുറച്ച് ലൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ലൈൻസാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇതെൻ്റെ നോട്ടാണ് കേട്ടോ. മധുബാണിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള നോട്ടാണ്. കുറച്ച് എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ ലൈൻസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതുപോലെ കുറേ വരച്ച് വെച്ചിട്ടുണ്ട്. മധുബാണിയിൽ എങ്ങനെയാണ് ഫേസ് ഡ്രോ ചെയ്യുക അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുള്ളൊരു നോട്ടാണിത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് ആക്ച്വലി എനിക്കറിയാവുന്നൊരു മധുബാണി ആർട്ടിസ്റ്റ് ഉണ്ട്. അവരുടെ അടുത്തു നിന്നാണ് ഞാനിതൊക്കെ പഠിച്ചത് കേട്ടോ. അവരെനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും എങ്ങനെയാണ് മധുബാണിയിൽ ഒരു ഫേസ് വരയ്ക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. എങ്ങനെയാണ് ലിപ്സും അതിൽ നോസ് ലിപ്സ് ഒക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് മധുബാണിയിൽ ലിപ്സ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു. ആക്ച്വലി മധുബാണി എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ ആർട്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടിപ്പിക്കൽ ഷേപ്സാണ് അതിൽ വരിക. ഈ ഫേസിനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ഡ്രോ ചെയ്യുമ്പോഴും അതൊക്കെ ഒരു ടിപ്പിക്കൽ ഷേപ്പായിരിക്കും അതിൽ. സോ അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് പുറത്ത് പോയി നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആർട്ടിന് അതൊരു ആർട്ടിഫിഷ്യൽ ലുക്കാണ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൽ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് മധുബാണിയിൽ ഐസാണ്. നമ്മളൊരു ഹ്യൂമനെ വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആനിമലിനെ വരയ്ക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും കണ്ണ് വലുതാക്കിയിട്ട് വരയ്ക്കണം. നല്ലൊരു ഫിഷിൻ്റെ ഷേപ്പ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല നീണ്ട് നല്ല ഭംഗിയിൽ നമ്മൾ കണ്ണ് വരയ്ക്കണം. അതാണ് മധുബാണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫീച്ചർ. പിന്നെ അതുപോലെ തന്നെ ഹെയർ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരു ലിപ്സ് എവിടെയാണ് വരുന്നത് ആ ഒരു പോർഷനിലാണ്, മീൻസ് അവിടെയാണ് എൻഡ് ആവേണ്ടത് ഹെയർ വരയ്ക്കണ സമയത്ത്. അത് ഞാൻ വരയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താണ് മീൻ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഐസ് എവിടെയാണ് വരയ്ക്കേണ്ടത്, ഐസ് വരയ്ക്കാനും ഒക്കെ കാര്യങ്ങളൊക്കെ ഒരു സ്ഥലം നമുക്ക് എവിടെ വേണേലും അങ്ങനെ ഒരു പോർഷൻ ഉണ്ട് കറക്റ്റ് ആ നോസിൻ്റെ അടുത്തായിട്ട്, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളതെങ്ങനെയാണെന്നുള്ളതൊന്ന് വരച്ച് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഐസ് എങ്ങനെയാണ് മധുബാണിയിൽ വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞുതരാം കേട്ടോ. നല്ല നീണ്ട ഐസായിരിക്കണം. ഐബ്രോ കൊടുക്കുകയാണ്. ഐബ്രോ നിങ്ങൾക്ക് ഇങ്ങനെ സിംഗിൾ ലൈനായിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഡബിൾ ലൈനായിട്ട് അതിൽ ചെറിയ ചെറിയ ഡിസൈൻസ് മീൻസ് ലൈൻസ് ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് പ്ലെയിൻ ആയിട്ടൊരു സിംഗിൾ ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ഐസ് കൊടുക്കുമ്പോൾ നമ്മൾ നല്ല നീണ്ടിട്ടുള്ള ഐസ് കൊടുക്കുക. ഫുൾ ബ്ലാക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ. അപ്പോൾ ഇതുപോലെയാണ് ഐസ് വരയ്ക്കേണ്ടത്. ഇനി ഐസിൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ഇതുപോലെ കൊടുക്കാൻ പറ്റും കേട്ടോ. ഇത് കൺപോള കുറച്ച് ഇങ്ങനെ പുറത്തോട്ട് കാണത്തക്ക രീതിയിൽ, കാരണം അത് ഇത്തിരി ഷൈ ആയിട്ടുള്ളൊരു ഫേസൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഐബ്രോ നിങ്ങൾക്ക് കാണാം ഡിസൈനായിട്ട് കൊടുക്കാം. ഇതൊക്കെ ഗണപതി ഗണേഷ്ജിയൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഗോഡസിനൊക്കെ വരയ്ക്കുന്ന സമയത്താണ് ഇങ്ങനത്തെയൊക്കെ കണ്ടിട്ടുള്ളത്. പിന്നെ ഈ സെയിം ഇതുപോലത്തെ ഐസ് തന്നെയാണ് നമ്മൾ എലിഫൻറ്റിനും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എലിഫൻറ്റിനാകുമ്പോൾ നമ്മളിങ്ങനെ ഡിസൈനും കാര്യങ്ങളൊന്നും കൊടുക്കില്ല, ഐബ്രോ ഒന്നുമില്ല. ബട്ട് ഐസ് ഇങ്ങനെ ഇതുപോലെ തന്നെ നീണ്ട ഇതുപോലത്തെ ഐസാണ് നമ്മൾ എലിഫൻറ്റിനും കൊടുക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് മിസ്മാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഐബ്രോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐസിന് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മിസ്മാച്ച് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇനിയിപ്പോൾ സപ്പോസ് ഒരു ബേർഡിനെയാണ് വരയ്ക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫിഷിനെയാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഐസ് റൗണ്ടിൽ നമ്മൾ കൊടുക്കണം. ഓക്കെ. അതും നല്ല വലുപ്പത്തിൽ തന്നെ നമ്മൾ കൊടുക്കണം. ചെറിയ കണ്ണുകളെല്ലാം നമ്മൾ കൊടുക്കുക.
നമ്മൾ കൊടുക്കുന്ന ആനിമൽസിൻ്റെ കണ്ണാണെങ്കിലും അതും നല്ല വലുപ്പത്തിലാണ് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് കൊടുക്കാം. എന്നിട്ട് ഒന്നെങ്കിൽ ഇത് ബ്ലാക്ക് ആയിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഡിസൈനായിട്ട് ഇങ്ങനെ കൊടുക്കാം. ഇതുപോലെ ലൈൻസ് ഇട്ടിട്ട് ഡിസൈനായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇതുപോലെ സിംഗിൾ ഇതായിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഡബിൾ ലൈനായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇതുപോലെയൊക്കെ ഡിസൈനായിട്ട് നിങ്ങൾക്ക് ബേർഡ്സിൻ്റെ അതല്ലെങ്കിൽ ഫിഷിൻ്റെ ഐസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഐസ്. എങ്ങനെയാണ് ഐസ് വരയ്ക്കുക എന്നുള്ളത് കണ്ടല്ലോ. ഇതുപോലെ നല്ല നീണ്ട ഐസാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് നോസാണ്. നമ്മൾ പറയുന്നത് സൈഡ് ഫേസിൻ്റെയാണ് കേട്ടോ. അപ്പോൾ നോസ് എങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോസ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ നെറ്റിയും നോസും ഒരുമിച്ച് ഒരു സിംഗിൾ ലൈനിൽ തന്നെ വരണം. അത് സെപ്പറേറ്റ് ആയിട്ടല്ല നമ്മൾ കൊടുക്കുക. നെറ്റി മുതലാണ് നമ്മൾ നോസ് വരയ്ക്കേണ്ടത്. നെറ്റി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ആ ലൈൻ എൻഡ് ചെയ്യുന്ന സമയത്ത് അതൊരു നോസുമായിട്ട് നമ്മൾ എന്താ പറയുക, ഞാൻ കണക്ട് ചെയ്തിട്ട് വേണം വരയ്ക്കേണ്ടത്. ബ്രേക്ക് ആയിട്ടല്ല വരയ്ക്കേണ്ടത്. അപ്പോൾ ഇനി നോസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നെറ്റ് ഇതുപോലെ വന്നിട്ട് ഇതുപോലെ നോസ് കൊടുക്കുക. ഓക്കെ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം ഇതുപോലെ തന്നെ നെറ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇതുപോലെ പോയിട്ട് ഇതുപോലത്തെ നോസും നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ എൽ ഷേപ്പിൽ നോസ് കൊടുത്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് അത്ര കറക്റ്റ് അല്ല കൊടുക്കുന്നത് എന്ന് പറയുന്നത്. ഇതുപോലത്തെ നോസാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് മധുബാണിയിൽ. ഈ നെറ്റിയും അതുപോലെ തന്നെ നോസും ഒരു സിംഗിൾ ലൈനിൽ തന്നെ നമ്മൾ കൊടുക്കണം. ഓക്കെ. ഇനിയിപ്പോൾ ഫ്രണ്ട് ഫേസിൻ്റെ നോസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ നോസ് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതുപോലത്തെ നോസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ സാധാരണ ഈ ഒരു പിന്നെ ഇതാ ഗോഡിനും ഗോഡസിനൊക്കെയാണ് ഞാൻ ഇതുപോലത്തെ നോസ് കണ്ടിട്ടുള്ളത്. ഇതിപ്പോൾ ഇതുപോലെ തന്നെ ഇതുപോലത്തെ നോസ് ഇപ്പം നമ്മൾ എന്താ പറയുക, സൂര്യഭഗവാനെയൊക്കെ വരയ്ക്കുന്ന സമയത്താണ് ഇതുപോലത്തെ നോസ് കണ്ടിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഗോഡസിനെയൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇതുപോലത്തെ നോസ് കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതുപോലെ ഐസ് ഞാൻ കാണിച്ചു തന്നു. ഐസ് ഇതുപോലെ നീണ്ടിട്ട് വരയ്ക്കണം. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ടൈപ്പ് ഐസ് ഞാൻ കാണിച്ചു തന്നു. ഇത് ഫിഷിന് അല്ലെങ്കിൽ നമ്മുടെ ബേർഡ്സിന് വരയ്ക്കുന്ന ഐസാണ്. ഇതിൻ്റെയും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നോസ് നമ്മൾ ഈ രണ്ട് നോസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ ഇത് അത്ര കറക്റ്റ് അല്ല യൂസ് ചെയ്യുന്നത്. ഇതാണ് അത്ര കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഫ്രണ്ട് ഫേസിലൊക്കെ നമ്മൾ ഇത്തരം നോസുകളാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ ലിപ്സ് വരയ്ക്കാം. ലിപ്സ് ആക്ച്വലി ഇതുപോലത്തെ ലിപ്സ് നമ്മൾ ഒരുപാട് മധുബാണിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലത്തെ ലിപ്സ് യൂസ് ചെയ്യുന്നത് കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് കറക്റ്റ് അല്ല എന്നാണ് അവർ പറയുന്നത്. ഇത് ആക്ച്വലി ഇന്ന് നമ്മൾ വരയ്ക്കുന്ന ഒരു ലിപ്സിൻ്റെയൊക്കെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് കൊടുക്കും എന്നാണ് എനിക്കറിയാവുന്ന ആ മധുബാണി ആർട്ടിസ്റ്റ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതുപോലെ ഒരുപാട് ഡ്രോയിങ്സിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് ലിപ്സ് ഇതുപോലെയാണ് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. ഇതുപോലെ വരച്ചിട്ട് ഇങ്ങനെയാണ് ലിപ്സ് കറക്റ്റായിട്ട് മധുബാണിയിൽ കൊടുക്കേണ്ടതെന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ.
അതുപോലെ ഇതുപോലത്തെ ലിപ്സും കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ സാധാരണ ജെൻസൊക്കെ ആണുങ്ങളെയൊക്കെ വരയ്ക്കണ സമയത്ത് ഇതുപോലത്തെ ലിപ്സൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുറച്ചിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന തരം ലിപ്സുകൾ, ഇതുപോലെ കുറച്ച് ഷാർപ്പായിട്ട് കൊടുക്കുന്ന ലിപ്സും കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ഈ ലിപ്സാണ്. എനിക്കിഷ്ടപ്പെട്ട ട്രഡീഷണലി ഇതാണ് യൂസ് ചെയ്യാന്നാണ് അവർ പറയുന്നത്. ഇതാണ് ശരിക്കും ഭംഗി കൊടുക്കുന്നത് അത് വരയ്ക്കുമ്പോൾ. ഇത്തരം ലിപ്സ് നമ്മൾ കൊടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഇത് ആക്ച്വലി കുറച്ചൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് കൊടുക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ ആ ഒരു ട്രഡീഷണൽ ഇതൊന്ന് മാറിയിട്ട് ഇത്തിരി ഒരു ആർട്ടിഫിഷ്യൽ ലുക്കാണ് ആ ഒരു ആർട്ടിന് കൊടുക്കുക എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഇത്തരം ലിപ്സുകൾ യൂസ് ചെയ്യാം. ഓക്കെ. ഇനി ഫ്രണ്ട് ഫേസ്, ഇപ്പം നമ്മളൊരു ശ്രീബുദ്ധനെയൊക്കെ വരയ്ക്കണ സമയത്ത് ഫ്രണ്ട് ഫേസൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ സാധാരണ പോലെ ഇതുപോലത്തെ ലിപ്സൊക്കെ നമുക്ക് കൊടുക്കാം. ഇതുപോലത്തെ ലിപ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ലിപ്സ്. ഇത് കണ്ടോ, കുറച്ചൊരു ഇതുപോലെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് കൊടുക്കും എന്നാണ് അവർ പറയുന്നത്. ഇതുപോലത്തെ ലിപ്സൊക്കെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഇതുപോലത്തെ ലിപ്സുകളാണ് ശരിക്കും ട്രഡീഷണലി യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ വരച്ച ഫീച്ചേഴ്സ് എല്ലാം കൂടി വെച്ചിട്ട് വരച്ചൊരു ഫേസാണ് ഇത്. നോസും ഐസും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മുടി വരുന്നത് ഈ ഒരു ലിപ്സിൻ്റെ അവിടെ ഉണ്ടാവണം. ഈ ലിപ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പോർഷനിൽ, നോസും ലിപ്സും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പോയിൻ്റ്, ഈ ഒരു പോയിൻറ്റിൻ്റെ അവിടെ ആയിരിക്കണം നമ്മൾ നമ്മുടെ ഹെയർ വരച്ച് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇയറിംഗ് ആണ് വരുന്നത്. ജ്വല്ലറീസ് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്യാണ് വേണ്ടത്. അതുപോലെ തന്നെ കണ്ണെന്ന് പറയുന്നത് നമ്മൾ ഇവിടെയൊന്നും പോയി കൊടുക്കേണ്ട, ഈ ഒരു നോസിൻ്റെ കറക്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് കണ്ണ് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു കംപ്ലീറ്റ് ഫേസ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം കൂടി വെച്ചിട്ട് നമ്മൾ വരച്ചൊരു കംപ്ലീറ്റ് ഫേസാണ്. ഇത് ഹെയർ ആണ് വരുന്നത്. ഇത് കംപ്ലീറ്റ് നമ്മൾ ബ്ലാക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ എല്ലാം നമ്മൾ ജ്വല്ലറീസ് കൊടുക്കും, ഡിസൈൻ കൊടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹെയറിൽ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെക്കറേറ്റീവ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെയൊക്കെ കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഷോള് വെച്ചിട്ടുണ്ട് ഈ ഹെയറിൽ. ഇപ്പോൾ ഇതുപോലെ ഷോള് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഹെയർ ആയിട്ട് കൊടുത്തിട്ട് ഇവിടെ എല്ലാം ഫ്ലവേഴ്സും അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ഡെക്കറേറ്റീവായി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ. അത് ഞാൻ കാണിച്ചു തരാം. ഒരു ഹെയറിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇത് ഹെയറാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹെയർ നമ്മൾ മധുബാണിയിൽ കൊടുക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കെട്ടി വെച്ചിട്ടുള്ള ഹെയർ പോലെ ഇപ്പോൾ ഇതിലൊക്കെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഇതുപോലെ കൊടുക്കാം. എപ്പോഴും നിങ്ങൾ ഡബിൾ ലൈൻ കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോഴാണ് ആ ഒരു ഭംഗി വരുള്ളൂ. സോ എപ്പോഴും നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇത് ഡബിൾ ലൈനായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൽ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ കൊടുക്കുക, ആ ഒരു പോർഷൻ കളർ ചെയ്യാതെ. ഇത് ഓപ്പൺ ആയിട്ടിട്ടുള്ള ഹെയറാണ്. ഇനി ജെൻസിൻ്റെ ഇതിൽ വരികയാണെങ്കിൽ ഇതുപോലെ നമുക്ക് കൊടുക്കാം. ലിപ്സ് കണ്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഇതുപോലത്തെ ഹെയർ ഷോർട്ട് ഹെയർസാണ്, ഇതുപോലെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. See you on next video. Bye.